ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ഉസ്മാൻ ഗാസി. ക്രിസ്താബ്ദം 1258. ലോക മുസ്ലിങ്ങൾ ബഗ്ദാദിന്റെ ദിക്കിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ്. ഇനി എന്താകും ബഗ്ദാദിന്റെ അവസ്ഥ? ഞാൻ ജയിച്ചാൽ മാത്രം പോരാ, ഞാനല്ലാത്തവരെല്ലാം പരാജയപ്പെടുകയും വേണം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച ചെങ്കിസ് ഖാന്റെ പിന്തലമുറക്കാർ കണ്ടതെല്ലാം തല്ലിത്തകർത്തും ചുട്ടരിച്ചും കണ്ടവരെയെല്ലാം കൊന്നൊടുക്കിയും തങ്ങളുടെ ഭരണം വികസിപ്പിക്കാൻ വ്യഗ്രത കൂട്ടിയ കാലം. മംഗോളികൾ എന്ന് കേൾക്കുമ്പോൾ ആളുകൾ ഭയന്ന് വിറക്കുന്ന കാലം. എല്ലായിടത്തും ഭീതിതമായ രംഗങ്ങൾ മാത്രം. എല്ലാ രാഷ്ട്രങ്ങളും മംഗോളിയൻ സേനയ്ക്ക് മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങുന്നു. വൈകാതെ അബ്ബാസിയ ഭരണകൂടത്തിന്റെ തലസ്ഥാനമായ ബഗ്ദാദ് മംഗോളിയൻ സൈന്യാധിപൻ ഹൗലാക്കോ ഖാന്റെ കരാളഹസ്തത്തിൽ അകപ്പെട്ടു. ഇസ്ലാമിക ലോകം കടുത്ത നിരാശയിലേക്ക് തെന്നി വീണു. ഇനിയൊരിക്കലും തങ്ങൾക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമല്ലെന്ന് അവർ ധരിച്ചു. ക്രിസ്താബ്ദം 1255 ഫെബ്രുവരി 13 മുസ്ലിമീങ്ങളെ ഒന്നടങ്കം പിടിച്ചുലച്ച ആ സംഭവം അരങ്ങേറിയത്. എന്നാൽ അള്ളാഹുവിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. ബഗ്ദാദ് മംഗോളികൾക്ക് കീഴടങ്ങിയ അതേ ദിവസമായിരുന്നു പിൽക്കാലത്ത് ഇസ്ലാമിന്റെ അന്തസ്സായി മാറിയ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ആ വിപ്ലവകാരിയുടെ ജനനം. ഇസ്ലാമിക ലോകം വിറങ്ങലിച്ചു നിൽക്കുന്ന ആ സമയത്ത് സൂഗൂത്ത് പട്ടണത്തിൽ കൈ ഗോത്രത്തിന്റെ തലവനായ ഉർത്തുഖുൽ ഖാസിക്ക് ഒരു കുഞ്ഞു ജനിക്കുന്നു. ആ കുഞ്ഞിന്റെ വലതു ചെവിയിൽ ബാങ്കും ഇടതു ചെവിയിൽ ഇഖാമത്തും വിളിച്ച ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ ശ്രദ്ധേയമാണ്. മകനെ, ഞാൻ നിനക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിടുന്നു. ഞാൻ കണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായി നീ ഒരു രാഷ്ട്രം സ്ഥാപിക്കണം. വിജയവും അന്തസ്സും നേടിയെടുത്തവർ ചരിത്രത്തിൽ സുലഭമാണ്. എന്നാൽ തങ്ങളുടെ സന്താനങ്ങൾക്ക് പകർന്നു കൊടുത്തവർ വിരളമാണ്. എന്നാൽ സന്താനങ്ങൾക്കെന്നല്ല, തലമുറകൾക്ക് ധീരതയും ആർജവവും പകർന്നു നൽകിയ ഒരു ഗോത്രമായിരുന്നു കയ ആൽപ്പിന്റെ കൈ ഗോത്രം. കയ ആൽപ്പും അദ്ദേഹത്തിന്റെ കാലശേഷം സുലൈമാൻ ഷായും അതിനുശേഷം ഉർത്തുഖുൽ ഖാസിയും അനീതിക്കെതിരെ നീതിയുടെ പക്ഷത്തു നിന്ന് പൊരുതി. പീഡിപ്പിക്കപ്പെടുന്നവരുടെ പ്രതീക്ഷയും അക്രമികളുടെ പേടിസ്വപ്നവുമായിരുന്നു കൈ ഗോത്രത്തിലെ നേതാക്കൾ. വിജ്ഞാനത്തിന്റെ പ്രാധാന്യം ശരിക്കും മനസ്സിലാക്കിയിരുന്ന ഉർത്തുഖുൽ ഖാസി തന്റെ മകൻ ഉസ്മാൻ ഖാസിക്ക് വിദ്യ പകർന്നു കൊടുക്കാൻ 4 അധ്യാപകരെ നിയമിച്ചു. തുടർന്ന് അദ്ദേഹം തന്റെ മകനോട് അർത്ഥവത്തായ ഒരു ഉപദേശം നടത്തി. അറിവും സൽസ്വഭാവവും യുദ്ധപരിശീലനവും നീ സ്വായത്തമാക്കണം. അറിവില്ലാത്തവൻ മലയോരത്തുകൂടി നടക്കുന്ന അന്ധനെ പോലെയാണ്. അവനെ പരാജയപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. സൽസ്വഭാവമില്ലാത്തവൻ മുള്ളുപോലെയാണ്. അവനെ കൊണ്ട് സ്വന്തത്തിനോ മറ്റുള്ളവർക്കോ ഒരു പ്രയോജനവും ഉണ്ടാകില്ല. യുദ്ധപരിശീലനം നേടിയവർക്ക് ഒന്നെങ്കിൽ മർദ്ദിക്കാം, അല്ലെങ്കിൽ മർദ്ദിതർക്കു വേണ്ടി നിലകൊള്ളാം. ഈ പറഞ്ഞ എല്ലാമുണ്ടെങ്കിലും ധീരതയില്ലെങ്കിൽ അവൻ ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. അറിവും സൽസ്വഭാവവും യുദ്ധപരിശീലനവും ധീരതയും ഒരാളിൽ സമ്മേളിച്ചാൽ ആ ശക്തിയുടെ മുമ്പിൽ മറ്റെല്ലാ ശക്തികളും തകർന്നടിയും. എന്റെ ഈ ഉപദേശം നീ ഒരിക്കലും മറക്കരുത്. ചെറുപ്പം മുതൽ ആയുധ പരിശീലനം നേടിയ അദ്ദേഹം കൗമാരത്തിൽ തന്നെ ശക്തനായ യോദ്ധാവായി മാറി. സെൽജൂഖിയ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ അൽപർസലാൻ വെടിതെളിച്ച മലാസിഗിർത്തിന്റെ രണഭൂമിയിൽ നിന്നും വീര്യം പകർന്ന ഉസ്മാൻ ഖാസിയുടെ വീരേതിഹാസങ്ങൾ ചരിത്രത്തിലെ തുല്യതയില്ലാത്ത അധ്യായങ്ങളാണ്. ഉർത്തുഖുൽ ഖാസിയുടെ കാലത്ത് സെൽജൂഖിയ ഭരണകൂടം തകർച്ചയുടെ പാരമ്യതയിലായിരുന്നു. സെൽജൂഖി സുൽത്താനായ അലാവുദ്ദീനും ഉർത്തുഖുൽ ഖാസിയും തോളോട് തോൾ ചേർന്ന് ബൈസാന്റിയക്കാർക്കെതിരിൽ നിരവധി പോരാട്ടങ്ങൾ നയിച്ചിട്ടുണ്ട്. സെൽജൂഖിയ സാമ്രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ബൈസാന്റിയക്കാരുമായി മല്ലിടുന്ന ഒരു യോദ്ധാവായിട്ടാണ് ചരിത്രം ഉർത്തുഖുൽ ഖാസിയെ പരിചയപ്പെടുത്തുന്നത്. തന്റെ രാഷ്ട്രത്തോടുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത സുൽത്താൻ അലാവുദ്ദീനെ സന്തുഷ്ടനാക്കി. ഹിജ്റ 687 ഉർത്തുഖുൽ ഖാസി മരണപ്പെട്ട ശേഷം സുൽത്താൻ അലാവുദ്ദീൻ പിതാവിന്റെ മുഴുവൻ സ്ഥാനങ്ങളും അദ്ദേഹത്തിന്റെ മകനായ ഉസ്മാൻ ഖാസിക്ക് നൽകി. ഹിജ്റ 688 അഥവാ ക്രിസ്താബ്ദം 1289 ഉസ്മാൻ ഖാസി ബൈസാന്റിയക്കാരുടെ സുപ്രധാന കോട്ടയായ കരജ ഹൈസാർ അതിസാഹസികമായി കീഴടക്കി. ഇതിൽ സന്തുഷ്ടനായ സുൽത്താൻ അലാവുദ്ദീൻ ഉസ്മാൻ ഖാസി കീഴടക്കിയ പ്രദേശങ്ങളിലെ ജുമാ ഖുത്ബകളിൽ അദ്ദേഹത്തിന്റെ പേര് പറയാൻ അനുവാദം നൽകി. ശേഷം അദ്ദേഹം തന്റെ പോരാട്ടങ്ങൾ തുടരുകയും ഐനാഗുൾ, യനീഷഹർ, കോബ്ര ഹിസാർ എന്നീ പട്ടണങ്ങൾ കീഴടക്കുകയും ചെയ്തു.
ക്രിസ്താബ്ദം 1300 സെൽജൂക്കിയ ഭരണകൂടത്തിന്റെ തലസ്ഥാനമായ കോന്യയിൽ മംഗോളികൾ കടന്നുകയറി അക്രമം അഴിച്ചുവിട്ടു. അവർ സുൽത്താൻ അലാഉദ്ദീനെ വധിച്ച ശേഷം മകൻ ഖിയാസുദ്ദീനെ ഭരണമേൽപ്പിച്ചു. പിന്നീട് അല്പകാലശേഷം അദ്ദേഹത്തെയും വധിച്ചു കളഞ്ഞു. അതോടെ കോന്യയിലെ ജനങ്ങൾ ഇളകിമറിഞ്ഞു. ഉസ്മാൻ ഖാസി ഭരണമേറ്റെടുക്കണമെന്നവർ മുറവിളി കൂട്ടിയപ്പോൾ അദ്ദേഹം ഭരണമേറ്റെടുത്തു. ഉസ്മാൻ ഖാസി മംഗോളികളെ ഫലപ്രദമായി പ്രതിരോധിക്കുകയും തലസ്ഥാനം യനീഷഹറിലേക്ക് മാറ്റുകയും ചെയ്തു. ശേഷം തന്റെ ഭരണപ്രദേശങ്ങൾ വിശാലമാക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇസ്മീദ്, ഇസ്നീക് എന്നീ 2 കോട്ടകൾ പിടിച്ചടക്കാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും ആദ്യം അതിന് സാധിച്ചില്ല. അദ്ദേഹം തിരിച്ചുവന്ന് കീഴടക്കിയ പ്രദേശങ്ങളിലെ ഭരണകാര്യങ്ങൾ ചിട്ടപ്പെടുത്തി കലഹങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പിച്ച ശേഷം പൂർവാധികം ശക്തിയോടെ വീണ്ടും ഏറ്റുമുട്ടി. അതോടെ ഇസ്മീദ്, ഇസ്നീക് കോട്ടകൾ അദ്ദേഹത്തിന് മുമ്പിൽ കീഴടങ്ങി. ക്രിസ്താബ്ദം 1317 ഉസ്മാൻ ഖാസിയും അദ്ദേഹത്തിന്റെ മകൻ ഓർഖാൻ ഖാസിയും ചേർന്ന് ബോർസ കീഴടക്കി. ഏഷ്യ മൈനറിലെ ബൈസാന്റിയക്കാരുടെ സുപ്രധാന കോട്ടയായിരുന്നു ബോർസ. കോട്ട കീഴടക്കിയപ്പോൾ അതിന്റെ അധികാരിയായിരുന്ന അഫ്രിനോസ് മുസ്ലിമാകുകയും ഉസ്മാൻ ഖാസി അദ്ദേഹത്തിന് ബക് എന്ന സ്ഥാനപ്പേര് നൽകുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പോരാട്ടങ്ങളിൽ അവസാനത്തേതായിരുന്നു അത്. മരണക്കിടക്കയിൽ വെച്ച് അദ്ദേഹം തന്റെ മകൻ ഓർഖാൻ ഖാസിക്ക് നൽകിയ വസിയ്യത്തിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ രീതിശാസ്ത്രം വിവരിക്കുകയുണ്ടായി. തുടർന്ന് അദ്ദേഹം നൽകിയ ഉപദേശം ഇപ്രകാരമായിരുന്നു: മകനെ, നീ നേതാക്കന്മാരോട് കൂടിയാലോചിച്ച ശേഷം വേണം തീരുമാനങ്ങൾ എടുക്കാൻ. നിന്നെ അനുസരിക്കുന്നവരെ നീ സ്നേഹിക്കണം. സൈനികർക്ക് നല്ല ഉപജീവനം നൽകണം. നിന്റെ സൈന്യത്തിലോ സമ്പത്തിലോ ഒരിക്കലും നീ വഞ്ചിതനാവരുത്. തനിക്ക് ശേഷം ഭരണം തന്റെ മകൻ ഓർഖാൻ ഖാസിക്കാണെന്ന് വസിയ്യത്ത് ചെയ്ത ശേഷം ക്രിസ്താബ്ദം 1326 ഉസ്മാൻ ഖാസി മരണത്തിന് കീഴടങ്ങി. ഒരു ഗോത്രത്തിൽ നിന്ന് ഒരു സാമ്രാജ്യത്തിലേക്കുള്ള യാത്രയായിരുന്നു ഉസ്മാൻ ഖാസിയുടെ ജീവിതം.